ഘോരമാം ശോധനയിൻ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാം. 2 പത്രോസ് 1:20. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രിയമുള്ളവരെ, ദൈവവചനത്തെ നമ്മുടെ ഇഷ്ടത്തിനും ബുദ്ധിക്കും അനുസരിച്ച് വ്യാഖ്യാനിക്കാൻ നമുക്ക് അധികാരമില്ല. അതുകൊണ്ട് തന്നെ വചനം വായിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ശരിയായ അർത്ഥം വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സ്വന്തം യുക്തിയോ പാണ്ഡിത്യമോ അല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവാണ് വചനത്തിന് ജീവൻ നൽകുന്നത്. അതിനാൽ തിരുവചനം തുറക്കുമ്പോഴെല്ലാം പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലിനായി കാത്തിരിക്കാം. അവിടെ നിന്ന് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് നമുക്ക് വാഗ്ദത്തമുണ്ട്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുവചനത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരണമേ. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.